Hey my dear beautiful souls, welcome back to my channel Divine Speaks. ഇനി നമുക്ക് പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ എനർജി ലെവൽ, ഒക്ടോബർ മന്തിലെ എനർജി ലെവൽസ്, കരിയർ ഗ്രോത്ത്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നോക്കാം. എന്ത് മേജർ ട്രാൻസ്ഫോർമേഷൻ ആണ് അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്ത് ബ്ലെസ്സിങ്സ് ഒക്കെയാണ് ഉണ്ടാകുക ഒക്ടോബർ മന്തിൽ. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അതുപോലെ കരിയർ, എഡ്യൂക്കേഷൻ, എന്ത് എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാകുക, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒക്ടോബർ മന്ത് ലഭിക്കുക. ഓക്കെ, ഗ്രേറ്റ്, ദാറ്റ്സ് ഗുഡ്. വാവ്. ഓക്കെ, പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ റീഡിംഗ് നമ്മൾ കാണുമ്പോൾ നിങ്ങൾ യാത്രകൾ ഈ മാസം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യമായിട്ടോ ഒക്കെ യാത്രകൾ ചെയ്യാം. യാത്രകൾ അത്യാവശ്യമായി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ഒരു എന്താ പറയാ, ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗമാണ് ഈ മാസം കാണുന്നത്. അതായത് നിങ്ങളുടെ കൂടെ ഉള്ളവർ ഒന്ന് നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്യുകയോ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും, അതുപോലെ ചിലപ്പോൾ തന്നെ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു വഞ്ചനയോ ചതിയോ ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിരിക്കുക ലൈഫിൽ. കൂടെ നിൽക്കുന്നവരിൽ നിന്ന് അങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് താങ്ങാനാവുന്നതിനേക്കാൾ കൂടുതലായി ഏക്കാം, ഒരുപക്ഷെ നമ്മൾ വീണു പോയേക്കാം എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഒക്ടോബർ മന്ത് കുറച്ച് കൂടുതൽ കരുതിയിരിക്കുക, റിലേഷൻഷിപ്പിലൊക്കെ കുറച്ച് കൂടുതൽ അലേർട്ട് ആയിരിക്കുക, കെയർഫുൾ ആയിരിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ക്വിക്ക് ആക്ഷൻ എന്തെങ്കിലുമൊക്കെ എടുക്കും, വളരെ പെട്ടെന്ന് എടുത്തു ചാടിയുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, അതായത് ഒരു തീരുമാനമൊക്കെ വളരെ ഒന്നും ആലോചിക്കാതെ വളരെ പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആവും. അവരൊക്കെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാകുകയോ എല്ലാമൊക്കെ സംസാരിച്ച് വീട്ടുകാരും അതായത് കുടുംബത്തോടൊപ്പം ഒക്കെ വളരെ സന്തോഷമായി കഴിയാനുള്ള ഒരു അവസരം ഈ ഒക്ടോബറിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിലോ നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് കണ്ട് നിങ്ങൾ ലീഡർ ആകാനുള്ള സാധ്യത, ടീം ലീഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു എന്തിനെങ്കിലും ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരാം. ഓക്കെ, എന്തിൻ്റെയോ ആകാം അത്. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു ടൂർ പോകുമ്പോൾ അതിന്റെ കോർഡിനേഷൻ ഏറ്റെടുക്കുന്നതും ആകാം മിനിമം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയക്കാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയൊരു കയറ്റം അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലേക്കുള്ള ഒരു ചെറിയൊരു കയറ്റം കാണുന്നുണ്ട്. ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ട്. അതുപോലെ വിദേശത്ത് പോകാനൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ വിദേശത്ത് പോകാനുള്ള ഒരു സമയമാണ്. അതിനുള്ള പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഒക്കെ എവിടെന്നെങ്കിലും നിങ്ങൾ എവിടെ നിന്നാണോ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി റിസ്ക് എടുക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈസി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമ്പത്ത് വർദ്ധിക്കില്ല, അല്ലെ? നമ്മൾ ബിസിനസ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകണം. അതായത് നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ തയ്യാറാണ്. നമ്മൾ എപ്പോഴും സേഫ് സോണിൽ തന്നെ ഇരിക്കും, അല്ലെ? നമുക്ക് ഒരു ചലഞ്ചസും ഏറ്റെടുക്കാനുള്ള അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും ഒന്നിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ലായ്മയൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും സേഫ് സോണിൽ ഒതുങ്ങിക്കൂടും. അങ്ങനെ ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒക്ടോബർ മന്തിൽ കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യും, കുറയും. സോ നിങ്ങൾ എന്തിലാണോ ഒന്നിൽ ഫോക്കസ്ഡ് ആണ് നിങ്ങൾ, അതിൽ എന്ത് റിസ്ക് എടുത്തും അത് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ വിജയിക്കും. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം എന്തിലേക്കാണോ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അതിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, മേജർ അർക്കാന കാർഡാണ്.
അതായത് ലോട്ടറി അടിക്കാൻ വരെയുള്ള ലക്ക് നിങ്ങൾക്ക് ഈ മാസം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൈവയ്ക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനോടൊപ്പം ഒരു ഭാഗ്യം, ഒരു ലക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ് കൂടി ഉണ്ടാവും. സോ അത് നമുക്ക് കിട്ടാൻ വളരെ ഈസി ആയിരിക്കും. സോ നമ്മുടെ എഫേർട്ട്, നമ്മൾ ഹാർഡ് വർക്ക് ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടെ ഉള്ളവരെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒക്കെ റിലേഷൻഷിപ്പിലായാലും കൂടെ ഉള്ളവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. എല്ലാവരുമല്ല, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോകരുത്. ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ഇദ്ദേഹത്തിന്റെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എനിക്കത് നല്ലതിനാകുമോ എന്ന് നമുക്ക് ഇൻഡ്യൂഷൻ ചിലപ്പോൾ തോന്നാം. ഓക്കെ, അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ അത് കൈവിട്ടായി അങ്ങനെ അല്ല എന്ന് സ്വയം പറഞ്ഞ് ഇരിക്കാതെ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കും, അത്രമാത്രം. ഓക്കെ, അതുപോലെ ഫുൾ കാർഡാണ് ഇവിടെ. നിങ്ങൾ എന്തിലാണോ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അതിൽ 100% സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആ ഫോക്കസ്ഡ് ആകുന്ന കാര്യത്തിൽ പറഞ്ഞല്ലോ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മറ്റാരെയും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഗോൾ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവർ എന്തു പറയും, എൻ്റെ വീട്ടുകാർ എന്തു പറയും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് എന്ത് തോന്നും, അങ്ങനെയുള്ള തോന്നലുകൾ എല്ലാം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ഗോൾ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, വളരെ ഫോക്കസ്ഡ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ കൂടി നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഫാമിലി പരമായൊക്കെ വളരെ ഹാപ്പിയാണ്. കുടുംബത്തിലേക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു മാസമാണ്. നേരത്തെ ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് വരും. സമ്പത്തൊക്കെ വരുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് മാത്രം. ഓക്കെ, നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിന്റെ പോസിറ്റീവ് വൈബ്സ് അട്രാക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, വാട്സാപ്പ് ചെയ്യുക. ഓക്കെ, hope you like this video. Stay tuned. Have a nice day. Okay, take care. Bye.